ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ കുട്ടികൾക്ക് പോലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടമ്മമാർക്കും സാധാരണ രീതിയിൽ നേച്ചറിലേക്ക് കൂടുതൽ അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. പലരും ഷാമ്പു ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് അല്ലേ. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള താളികൾ യൂസ് ചെയ്യാനാണ് കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ പലർക്കും ഇൻഗ്രീഡിയൻസ് കിട്ടാതെയും അല്ലെങ്കിൽ താളിയുടെ ഇല കിട്ടാണ്ടെയും ചെമ്പരത്തിയുടെ പൂവ് ഇലയൊന്നും കിട്ടാണ്ട് വിഷമിക്കുന്ന ആളുകളാണ്. പിന്നെ അവർക്ക് ഉണ്ടാക്കാനുള്ള സമയപരിമിതി, അവർക്ക് അത് ഉണ്ടാക്കാനുള്ള മടി, ഇതൊക്കെ കൊണ്ട് പലരും എന്നോട് കമന്റ് ബോക്സിലും നേരിട്ട് വിളിച്ച് ചോദിക്കണ ഒരു പരിപാടിയാണ് താളി അല്ലെങ്കിൽ താളിപ്പൊടി വല്ലതും കിട്ടാനുണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു രൂപശ്രീയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഞാനത് വീഡിയോയിൽ കാണിക്കാത്തേ എന്നുള്ള ഒരു പരാതി എന്നോട് പറയുണ്ടായി. അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ രൂപശ്രീയിൽ നല്ല താളിപ്പൊടി ഉണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെ യൂസ് ചെയ്യണേന്നുള്ളതും അതെങ്ങനെയാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. രണ്ട് രീതിയിലാണ് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലെ ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. രണ്ട് രീതി നമുക്ക് ഫോളോ ചെയ്യാം. ഒരു രീതി സമയപരിമിതി സമയം തീരെ ഇല്ല, എനിക്ക് സമയം തീരെ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. മറ്റൊരു രീതി നമുക്ക് കുറച്ച് സമയം എടുത്ത് തന്നെ ഹെയർ കെയർ ചെയ്യാം എന്ന് താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ നമ്മുടെ രൂപശ്രീയുടെ താളിപ്പൊടി ഒന്ന് കാണാം. ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം വെട്ടി തിളപ്പിക്കണം കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 ഗ്ലാസ് വെള്ളമാണ്. അതിൽ കൂടുതൽ വെള്ളം നിങ്ങൾക്ക് എടുക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല. അത് നമ്മുടെ കൺസിസ്റ്റൻസിയുടെ അളവനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പം ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ, എന്നാൽ ഒരുപാട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല. അപ്പം ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ രൂപശ്രീയുടെ താളിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലൊരു ബോട്ടിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുക കേട്ടോ. എന്നിട്ട് ഞാനത് തുറന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് തട്ടിയെടുക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ ഒരു വീഡിയോയ്ക്ക് ഇത്തിരി മെന ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്പൂൺ കൊണ്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു 3 സ്പൂണ് താളിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും ഹെയറും തിക്കും ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും തോനെ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രത്തോളം ഒന്നും വേണ്ടി വരില്ല. എന്നാൽ എൻ്റെ പോലെ മുടിയുള്ള ആൾക്കാർക്കൊക്കെ ഇത്രയും വേണ്ടി വരും കേട്ടോ. കാരണം നന്നായിട്ട് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കുകയും മുടിയിലേക്കൊക്കെ പിടിപ്പിക്കുകയും വേണ്ട. അപ്പോൾ ഇത്രത്തോളം വേണ്ടി വരും. പിന്നെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ താളിപ്പൊടിയൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ തലയിൽ ഇടരുത്. നമുക്ക് ആവശ്യാനുസരണം നമ്മൾ എന്നും തൊട്ട് പറ്റുന്ന പോലെ ജസ്റ്റ് ഒന്ന് തൊട്ട് പരട്ടുക. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ താളി ഉണ്ടാക്കിയിട്ട് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വിക്കുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കട്ട പിടിക്കാതെ ഇളക്കി യോജിപ്പിച്ച് പതിയെ പതിയെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് പാകത്തിനാക്കി എടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറോളം നിങ്ങൾ അതേപോലെ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സമയത്ത് ഒരു തുണിയെടുത്ത് അതിലോട്ട് ഒഴിച്ച് പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മാത്രം എടുത്ത് നിങ്ങൾക്ക് തലയിൽ തേക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞ് തീർത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വിക്കുകൊണ്ട് കുറേശ്ശെയായിട്ട് ഇളക്കി കൊടുത്ത് എനിക്ക് പാകത്തിനുള്ള അളവ് ആക്കി എടുക്കുകയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വിക്കുകൊണ്ട് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, തിളച്ച വെള്ളം തന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലൊരു പാത്രത്തിൽ ഞാൻ എടുത്ത് വെക്കുകയാണ് ചെയ്യുക. ഒരു അരമണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ നേരം ഞാൻ വെക്കും. ഇനിയിപ്പോൾ നിങ്ങൾ രാവിലെ ഉണ്ടാക്കി വെച്ച് കുളിക്കുന്ന സമയത്ത് എടുത്താലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ എപ്പോഴാണോ കുളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. തലേ ദിവസം ഉണ്ടാക്കി വെക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ യൂസ് ചെയ്യേണ്ട സമയമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രം എടുത്തു, ഒരു വൃത്തിയുള്ള ഒരു തുണി അതിൻ്റെ മുകളിലേക്ക് വിരിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള താളിയുടെ കൂട്ട് ഞാൻ ആ ഒരു തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനത് പിഴിഞ്ഞെടുക്കും. കാരണം എത്ര ഫൈനായിട്ടുള്ള പൊടിയാന്ന് പറഞ്ഞാലും നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൽ ചെറുതായിട്ട് അതിൻ്റെ തരികളൊക്കെ പെടുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. അരിച്ചെടുത്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള തലയിൽ തേക്കാവുന്ന നല്ലൊരു ലൂസായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൊഴുകൊഴുത്ത കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോർത്തുമുണ്ടിൽ നിങ്ങൾ പിഴിയരുത്. അതേപോലെ തന്നെ പൊട്ടിപ്പോകുന്ന ഷിഫോണിൻ്റെ ഷാളുകളിൽ നിങ്ങൾ പിഴിയരുത്. ഇതൊരു ടവലാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം വിലയുള്ള ഒരു ടവലാണ്. അതിലാണ് ഞാൻ പിഴിഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു താളിക്കൂട്ടിലേക്ക്, ടവലടക്കമുള്ള താളിക്കൂട്ടിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും
സത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതായത് താളിയുടെ സത്ത് കിട്ടുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരം കളയാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി നല്ല സ്മൂത്ത് ആയിട്ട് ഷൈനിങ് ആയിട്ട് കെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ മെത്തേഡാണ്. കുട്ടികൾക്ക് നിങ്ങൾക്ക് ഈ താളി ധൈര്യമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ടവലിൻ്റെ കെട്ടിലോട്ട്, അതായത് നമുക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ, അതായത് ഇത്രയേ കിട്ടിയുള്ളൂ എനിക്ക് ഇനിയും വേണം തോന്നുകയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ആ പാത്രത്തിലോട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മുടെ ടവലിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ടവലൊന്ന് തുളുമ്പി പോവാതിരിക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മളൊന്ന് അടിയിലൊന്ന് തിരുമ്മി കൊടുക്കുക. അതൊന്ന് യോജിപ്പിക്കുക. ആ വെള്ളവും നമ്മുടെ താളിപ്പൊടിയും കൂടിയിട്ടൊന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ പിഴിഞ്ഞ് നമുക്ക് വീണ്ടും നിറയെ സത്ത് കിട്ടും കേട്ടോ. ഈ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു മെത്തേഡ്, തിരക്കേറിയവർക്കും ജെൻസിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ജെൻസ് എപ്പോഴും തിരക്കുള്ള കൂട്ടത്തിലാവും അല്ലേ. അവർക്ക് ഇത് അരയ്ക്കാനും പിടിക്കാനും വെള്ളത്തിലിട്ട് വെക്കാൻ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് അതിൽ നമ്മുടെ ഈ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇത് പിഴിയാനൊന്നും നിൽക്കണ്ട, ഡയറക്റ്റായിട്ട് നമുക്ക് തലയിൽ തേച്ചിട്ട് പച്ചവെള്ളത്തിൽ തല വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം 5 മിനിറ്റ് നിൽക്കേണ്ട ആവശ്യം ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം ചേർത്ത്, അതായത് തിളപ്പിച്ച വെള്ളം നല്ലോണം ചേർക്കണം. അതായത് ഒരു 3 ഗ്ലാസ്സോ 4 ഗ്ലാസ്സോ വെള്ളം ചേർത്ത് വെള്ളം പോലുള്ള കൺസിസ്റ്റൻസിയിൽ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. എന്നിട്ട് നിങ്ങൾ മുടിയിലേക്കൊന്നും തേച്ച് പിടിപ്പിക്കേണ്ട, തലയുടെ ഓട്ടിൽ മാത്രം തേച്ച് പിടിപ്പിച്ചാൽ മതി. ഒരു മുടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച ഒരുപാട് വെള്ളം നിങ്ങൾക്ക് കഴുകി കളയാനും ഒരുപാട് നേരം എടുക്കും. പ്രത്യേകിച്ച് നമ്മൾ നല്ല ധൃതിയുള്ള ആൾക്കാരാണ്. അപ്പോൾ കുറച്ചും കൂടി സമയം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമയം അത്രയും വേസ്റ്റ് ആവല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ വയസ്സായ അച്ഛമ്മമാർക്കായിക്കോട്ടെ അമ്മമാർക്കായിക്കോട്ടെ അവർക്കൊക്കെ താളി യൂസ് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ആൾക്കാരാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ മുടി നല്ല കരുത്തോടെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ പാക്കുകൾ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ പാക്ക് യൂസ് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അതായത് പാക്കായിട്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുടി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു താളി ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം അത്രയും നല്ല സാധനമാണ്. പിന്നെ പ്രത്യേകം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, മുടി നല്ലോണം ഡ്രൈ ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ മുടിയിലേക്ക് അത്യാവശ്യം നല്ലോണം എണ്ണ തേച്ച് കൊടുക്കുക. എന്നാൽ തലയുടെ ഓട്ടിൽ അത്രയ്ക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കണ്ട, മുടിയിലേക്ക് നല്ലോണം തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു താളി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഓരോരുത്തരുടെ ഹെയറിൻ്റെ പ്രത്യേകതയും ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ പ്രത്യേകത അനുസരിച്ച് വേണം നമ്മൾ ക്വാണ്ടിറ്റിയുടെ അളവ് കൂട്ടാനും നമ്മുടെ ഒരു താളിയുടെ കൺസിസ്റ്റൻസി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനും കേട്ടോ. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഹെയർ കെയർ മെത്തേഡ് ചൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മുടി നന്നായി വൃത്തിയായി വേറെടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു താളി നിങ്ങൾ തല തേക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ കെട്ടുപനഞ്ഞ മുടിയിൽ ഈ ഒരു താളി തേക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കുളി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരുപാട് കെട്ടിറക്കുമ്പോൾ ഒരുപാട് മുടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കെട്ടെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് മുടി ബാക്കിലോട്ടിട്ട് നമ്മുടെ നെറുകിലൊക്കെ നന്നായി തേക്കുകയാണ്. താരൻ എവിടെയാണുള്ളത് അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് നേരം ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റോളം ഇരുന്നിട്ട് നിങ്ങൾക്ക് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ എന്തിനാ ഇത്രയും നീട്ടി വലിച്ചിട്ട് വീഡിയോ ഇടണേ, എന്തിനാ അത്ര നീട്ടി വലിച്ച് പറയണേന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇത് അറിയാവുന്ന കാര്യമാണെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. ഇതറിയാത്തവർ ഒരുപാട് പേരുണ്ട്. തെറ്റ് ചെയ്തിട്ട് അവർക്കൊരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കാരണം നമ്മളത് അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് ആൾക്കാർക്ക് ഗുണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഒരുപാട് നേരം നിൽക്കേണ്ട, ഒരു 10 മിനിറ്റ് നേരം നിന്നിട്ട് നിങ്ങൾക്ക് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. പിന്നെ കുറച്ച് എണ്ണ തേച്ചാൽ മതി കേട്ടോ. ഞാൻ പിന്നെയും പറയുകയാണ്, അത് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമ്മുടെ താളിപ്പൊടിക്ക് 100 ഗ്രാമിന് 140 രൂപയും 200 ഗ്രാമിന് 269 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ രൂപശ്രീ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.